ഞാൻ രാജലക്ഷ്മി പിള്ളെ, കൊച്ചിയിൽ നിന്ന്. ഇന്ന് നമ്മൾ BPSCന്റെ 134 ബ്ലോക്ക് 1, അതായത് യൂണിറ്റ് 1 ഇന്റർനാഷണൽ റിലേഷൻസിനെ പറ്റിയാണ് പരാമർശിക്കാൻ പോകുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ഇന്റർനാഷണൽ റിലേഷൻസും അതിൽ വരുന്ന ലെസൺസ് ഓരോരോ ചാപ്റ്റേഴ്സ് ആയിരിക്കും പറഞ്ഞു പോവുക. അപ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം പലവിധമായ നാഷണൽസ് ഉണ്ട് വേൾഡിൽ. അതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരുന്നു, എങ്ങനെയാണ്, ഏതാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച്, ഏതാണ് ലിബറലിസം ഒരു അപ്രോച്ച് എടുത്തിട്ടുള്ളത്, ക്രിട്ടിക്കൽ അപ്രോച്ചസ് എന്താണ്, ക്രിറ്റിസിസം, ഓരോ തിയററ്റിക്കൽ അപ്രോച്ചിൻ്റെയും അതിൻ്റെ കോൺസെപ്റ്റ്സിനെ പറ്റിയും അത് ക്രിട്ടിക്കലായിട്ട് വ്യൂ ചെയ്യുന്നത്, ഇതൊക്കെയായിരിക്കും നമ്മൾ പറഞ്ഞു പോവുക. അപ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസ്, അതായത് ഇന്റർ എന്ന് വെച്ചാൽ പരസ്പരം, നാഷണൽ വെച്ചാൽ രാജ്യങ്ങൾ തമ്മിൽ, ഇന്റർനാഷണൽ പല രാജ്യങ്ങൾ തമ്മിൽ ഉള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ ഇടപാടുകൾ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ പല വിധത്തിലുള്ള രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിലെ പല വിധത്തിലുള്ള പൊളിറ്റിക്കൽ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന അവരുടെ റിലേഷൻഷിപ്പ് എന്തായിരിക്കും, എങ്ങനെയാണ് അവർ നമ്മളോട് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയാണ് അവർ കാണുന്നത്, അവരെ നമ്മളെങ്ങനെയാണ് കാണുന്നത്, ഇതിനെയൊക്കെ പറയാൻ വേണ്ടി വരുന്നത് മുഴുവനും ബിഹേവിയർ ആണ്. ബിഹേവിയർ എന്ന് വെച്ചാൽ പെരുമാറ്റം. ഓരോ പെരുമാറ്റങ്ങളുടെയും ഓരോ സ്റ്റേറ്റിന്റെയും പെരുമാറ്റങ്ങളും അത് ഇന്റർനാഷണൽ ലെവലിൽ, അത് ഭൂഗോള തലത്തിൽ എത്തുമ്പോൾ ഓരോ സ്റ്റേറ്റിന്റെയും ഐഡന്റിറ്റി അല്ലെങ്കിൽ ഇറ്റ്സ് ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കോൺഫ്ലിക്ട്സും കോപ്പറേഷനും പല വിധത്തിലുണ്ടെങ്കിലും അതിന്റെ മെക്കാനിസത്തിൽ നമ്മൾ വേൾഡ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എല്ലാ രാജ്യങ്ങളെയും സംബന്ധിക്കുന്ന ഒന്നാണ് വേൾഡ് ഓർഗനൈസേഷൻ, അതായത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. അവിടെ ഈ വേൾഡ് ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്നത് എന്തൊക്കെ വിധത്തിലാണ് ട്രേഡ് നടക്കുന്നത്, ഏതൊക്കെ വിധത്തിലാണ് ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പ് വരുന്നത്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, MNCs എന്ന് പറയും അതിന്. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒരു സ്റ്റേറ്റിനോട്, ഒരു രാജ്യത്തോട് എങ്ങനെ പെരുമാറുന്നു, അതേമാതിരി മറ്റു രാജ്യങ്ങൾ നോൺ സ്റ്റേറ്റിനോട് എങ്ങനെ പെരുമാറുന്നു, ഇതൊക്കെ വരുമ്പോൾ എന്ത് കാര്യങ്ങളാണ് അവർ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഇപ്പൊ നമ്മൾ കൂടുതലായിട്ടും വേൾഡിലെ ലോകത്തിലെ ആഗോളവൽക്കരണം, അതേമാതിരി ക്ലൈമാറ്റിക് ചേഞ്ചിനെ പറ്റി പറയുന്നത്, വ്യതിയാനം, ക്ലൈമറ്റിൽ വരുന്ന വ്യതിയാനങ്ങൾ. പിന്നെ നമ്മൾ സംസാരിക്കാനുള്ളത് ടെററിസം ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടെററിസം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ റെഫ്യൂജി പ്രോഗ്രാം, അഭയാർത്ഥികളുടെ പ്രോഗ്രാം, മൈഗ്രൻസ്, ഓരോ സ്ഥലത്തു നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന പോലെ. അപ്പൊ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ, ഇപ്പോ നമ്മളുടെ യുക്രൈനിൽ നടക്കുന്ന മാതിരി തന്നെ അവിടുത്തെ ആൾക്കാര് എല്ലാം നഷ്ടപ്പെടുമ്പോൾ പലായനം ചെയ്ത് വേറെ രാജ്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും അവരെ നമ്മള് റെഫ്യൂജീസ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യാൻ. അപ്പൊ ഇത് ഒരു രാജ്യത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ കൂടെയും ഭൂലോകം മുഴുവനും ഗ്ലോബലായിട്ട് അതിനെപ്പറ്റി ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അവരുടെ കഷ്ടതകളെ പറ്റി, അവരനുഭവിക്കുന്ന വിഷമതകളെ പറ്റി എല്ലാ ഹ്യൂമാനിറ്റേറിയൻ കൺസേണില്, ഒരു മനുഷ്യ ജീവി എന്നുള്ള കൺസേണിലുള്ള ഡിസ്കഷൻസും ഡിബേറ്റ്സും ചർച്ചകളും ഒക്കെ നടന്നു വരികയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കുന്ന നമ്മുടെ കാഴ്ചപ്പാട്, രണ്ട് മെയിൻ കാഴ്ചപ്പാടുണ്ട്. ഒന്ന് റിയലിസം എന്ന് പറയും, പിന്നെ ഒന്ന് ലിബറലിസം എന്ന് പറയും. ഈ ലിബറലിസം എന്ന് വെച്ചാൽ കുറച്ച് റിയലിസത്തില് അവിടെ ഓരോ ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. 1930 ഇതിനെ പല വിധത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വന്നതും ഇന്റർപ്രിട്ടേഷൻസ്, അതായത് ഇന്റർനാഷണൽ റിലേഷനെ പറ്റി എടുത്ത് പരാമർശിക്കാൻ തുടങ്ങിയത് 1930 അതിന് ഒരു ആദ്യത്തെ ലെവലായിട്ടുള്ള ഡിബേറ്റ് അല്ലെങ്കിൽ ചർച്ച, ഗ്രേറ്റ് ഡിബേറ്റ് എന്ന് പറയും, അതിന് വലിയൊരു ചർച്ച തന്നെ നടന്നു. ആ ചർച്ചയിൽ കൂടെ ഈ വീക്ഷണങ്ങൾ ഏത് വിധത്തിലാണോ, ഏതൊക്കെ തരത്തിലാണ് ഡിപ്ലോമസി, ഏതൊക്കെ തരത്തിലുള്ള മിലിറ്ററി, എന്തൊക്കെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള
കപ്പാസിറ്റീസ്, കേപ്പബിലിറ്റീസ് എന്താണ്, പിന്നെ അതിനെ ഏത് വിധത്തിലാണ് ഡിപ്ലോയ് ചെയ്യുക, പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരിക. അതാണ് അന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി രണ്ടാമത്തെ ഡിബേറ്റ്, അതായത് ഗ്രേറ്റ് ഡിബേറ്റ്, രണ്ടാമത്തെ ഡിബേറ്റ് നടന്നപ്പോഴത്തേക്കും അവിടെ ഡിസ്കഷൻ ചെയ്തത് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ടത് ബിഹേവിയറലിസ്റ്റിനെ പറ്റിയും ട്രഡീഷണൽ ആയിട്ടുള്ളതിനെ പറ്റിയും. അത് 1960 നടന്നത്. അപ്പോൾ ആ 30 വർഷത്തിന് ശേഷമാണ് രണ്ടാമത്തെ ചർച്ച നടക്കുന്നത്. അവിടെ ഓരോ സ്റ്റേറ്റിൻ്റെയും അതേമാതിരി നോൺ സ്റ്റേറ്റിൻ്റെയും കാര്യങ്ങളാണ് ഇന്റർനാഷണൽ റിലേഷൻസിൽ ബിഹേവിയറാണ്, എങ്ങനെയാണ് ഓരോരുത്തർ എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ഇനി 1970 70-ലും 80-ലും മൂന്നാമത്തെ ഗ്രേറ്റ് ഡിബേറ്റ് ചർച്ച നടക്കപ്പെടുന്നു. അതിൽ ഇന്റർ പാരാഡിയം ആയിട്ടുള്ള ഡിബേറ്റ് ആണ്, ഇന്റർ ആയിട്ടുള്ള ഡിബേറ്റ്സ് ആണ്. അതിൽ എന്തൊക്കെയാണ് നമ്മൾ കാണാൻ പറ്റുന്നത്? ഇവിടെ ഒരു വ്യത്യാസം കാണാം. ലിബറൽസും റിയലിസ്റ്റും ഒരു സൈഡില്, ലിബറലായിട്ടുള്ള കാഴ്ചപ്പാടുള്ളവരും റിയലിറ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാട് ഒരു സൈഡിലും, മറ്റേ സൈഡിൽ വന്ന മാർക്സിസ്റ്റ് ആണ് അവരുടെ അതർ സൈഡായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഈ ചർച്ചകൾ വന്നപ്പോൾ മാർക്സിസ്റ്റിന് മനസ്സിലാക്കാൻ വേണ്ടിയത് മുഴുവനും അവര് ഡിസ്കസ് ചെയ്യുന്നത് ധനപരമായ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്, എക്കണോമിക് ടേംസിനെ ബേസ് വെച്ചുകൊണ്ടാണ് മാർക്സിസ്റ്റ് സംസാരിക്കുക. അപ്പോ നാലാമത്തെ ഗ്രേറ്റ് ഡിബേറ്റ് അല്ലെങ്കിൽ ചർച്ച വന്നത് 1980-ലാണ്. ഈ 1980 നടന്ന ചർച്ചയിൽ ഡിസ്കഷൻ ആര് തമ്മിലാണെന്ന് വെച്ചാൽ പോസിറ്റിവിസ്റ്റ് തമ്മിലും പോസ്റ്റ് പോസിറ്റീവ്സ് തമ്മിലാണ് നടന്നത്. അപ്പൊ അവിടെ പോസിറ്റീവ്സ് ആയിട്ടുള്ളവര് ആവശ്യപ്പെടുന്നത് അവരുടെ നോളേജ്, ഒബ്ജക്റ്റീവ് നോളേജ് ഗ്രൗണ്ട് ബേസ്ഡ് ആണ്. അതായത് നമ്മൾക്ക് പറയാം വേൾഡിൽ കാണുന്ന ബിഹേവിയർ സീറോ സം റിലേഷൻഷിപ്പും, അതേസമയം പോസ്റ്റ് പോസിറ്റീവ്സ് അവരുടെ വീക്ഷണങ്ങൾ എന്താന്ന് വെച്ചാൽ തിയറീസ് വാല്യൂസിലും സബ്ജക്റ്റിവിറ്റിയിലും വരുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഫെമിനിസ്റ്റിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, നമ്മളുടെ കാലഘട്ടത്തിൽ വന്നതാണ്. ഈ ഫെമിനിസ്റ്റിന്റെ കാലഘട്ടത്തിൽ വരുമ്പോഴത്തേക്ക് അവിടെ പാട്രിയാർക്കൽ ഫോർമേഷൻ വരും, അച്ഛന്റെ പാരന്റൽ എന്നുള്ള ലെവലില്. അതേസമയം വേൾഡ് ഓർഡർ പറയുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴാണോ സ്ത്രീകളെ ഫെയർ ആയിട്ടും ഈക്വൽ ആയിട്ടും ട്രീറ്റ് ചെയ്യുമ്പോഴാണ് അത് എത്തിപ്പെടുക. അപ്പൊ നമ്മൾ ഈ രണ്ട് മെയിൻ സ്ട്രീമിനെയും, റിയലിസത്തിനെയും ലിബറലിസത്തിനെയും ഫോളോ ചെയ്ത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇന്റർനാഷണൽ ലെവലിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള ചർച്ചകൾ നടത്തണമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമ്മൾ അടുത്ത് ഞാൻ പരാമർശിക്കാൻ പോകുന്നത് റിയലിസത്തിനെ പറ്റിയാണ്. എന്താണ് നമ്മൾ റിയലിസത്തിൽ കൂടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്? റിയലിസം, അതായത് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ റിയലിസം എന്ന് പറയും. പൊളിറ്റിക്കൽ എന്ന് വെച്ചാൽ രാഷ്ട്രീയമായ റിയലിസത്തിൽ എന്താണ് അവർ നോക്കുന്നത്? എത്രത്തോളം പവർ സീക്കിംഗ് ആണ് അവിടെ. പവർ ആരുടെ കയ്യിലുണ്ടോ അവരാണ് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ഏത് ഗവൺമെന്റ് ആയാലും. അപ്പൊ അവരവിടെ നോക്കുന്ന മുഴുവൻ പവർ, എത്രത്തോളം പവർ എത്ര കാലം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പോ സെൻട്രൽ അതോറിറ്റി ഒന്നും ഇല്ല ഇവരുടെ ഓരോ പെരുമാറ്റത്തിനെയും ഓരോ സ്റ്റേറ്റിന്റെയും ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഒരു സെൻട്രൽ അതോറിറ്റി ഒന്നും ഇല്ല. അപ്പോൾ നമുക്കിവിടെ കാഴ്ചപ്പാടിൽ അവരുടെ സെക്യൂരിറ്റിയും എത്രത്തോളം മിലിറ്ററി പവർ, സ്ട്രാറ്റജിക് പവർ, അവനവന്റെ ടെറിട്ടറിനെ അല്ലെങ്കിൽ അവനവന്റെ ഏരിയനെയും അവനവന്റെ സോവർണിറ്റിയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ പവറാണ് അവിടെ നോക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ സെൽഫായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എൻലാർജ് ചെയ്യുന്നത് മുഴുവനും അവനവന്റെ പവറിനെ ഡിഫെൻഡ് ചെയ്യുക, അതേസമയം പ്രൊട്ടക്റ്റും ചെയ്യുക. ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നു. നമ്മളെ അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ നമ്മൾ ഡിഫെൻഡ് ചെയ്യുക, നമ്മളുടെ കാര്യങ്ങൾ പുറത്തു നിന്ന് അറ്റാക്ക് കൊള്ളാണ്ടിരിക്കാൻ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പൊ ഇത് രണ്ടും, പ്രൊട്ടക്റ്റിങ്ങും ഡിഫെൻഡിങ്ങും ഒരുമിച്ച് കൊണ്ടുപോകണം. അതാണ് പവറിന്റെ വ്യത്യാസം. ഇവിടെ
എല്ലാരും റിയലിസ്റ്റ് എല്ലാരും വിചാരിക്കുന്നത് എല്ലാ സ്റ്റേറ്റ്സും മനുഷ്യന്മാരെ തന്നെ മനുഷ്യന്റെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ അതേ വിധത്തിൽ തന്നെയാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം 17ാം സെഞ്ചുറിയിലെ പൊളിറ്റിക്കൽ തിങ്കറായ തോമസ് ഹോബ്സ് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ എപ്പോഴും സോളിറ്റാരിറ്റിയും പുവറായിട്ടുള്ളതും ബ്രൂട്ടീഷും ഷോർട്ടുമാണ്. അപ്പോ അതേമാതിരി തന്നെ സ്റ്റേറ്റും ഒരു മനുഷ്യന്മാർ തന്നെ ഈഗോയിസ്റ്റിക് ആയിരിക്കും. അതേ ആ ഈഗോയിസ്റ്റിക് കാരണം കോൺഫ്ലിക്ട്സിൽ പോയി എത്തിപ്പെടും. അതേമാതിരി അവനവന്റെ സ്റ്റേറ്റിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി ചെയ്യാനും നമ്മൾക്ക് കൂടുതൽ താല്പര്യം കാണും. അപ്പൊ റിയലിസ്റ്റ് പറയുന്നത് അനുസരിച്ച് ഇവിടെ ഗൈഡഡ് ബൈ സീറോ സം റിലേഷൻസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റ് ജെയിൻ ചെയ്യുന്നു, അടുത്തൊരു സ്റ്റേറ്റിലേക്ക് നഷ്ടം വരുന്നു. അപ്പൊ ഇതിൽ നമ്മൾ കീ ആയിട്ട് എന്താന്ന് നോക്കണം. റിയലിസത്തില് കീ ആയിട്ട് പറയുന്നത് സ്റ്റേറ്റിന്റെ ഈഗോയിസമാണ്, അതേമാതിരി സ്റ്റേറ്റിന്റെ കോൺഫ്ലിക്റ്റും. സ്റ്റേറ്റിന്റെ അതായത് ആ രാഷ്ട്രത്തിന്റെ ക്രാഫ്റ്റ് എന്താണ്, നാഷണൽ തലത്തിലുള്ള ഇൻട്രസ്റ്റ് എന്താണ്, ഇന്റർനാഷണൽ അനാർക്കി എന്താണ്, അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്, അതിന്റെ പോളിലാരിറ്റി എന്താണ്, സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ട്, ബാലൻസ് ഓഫ് പവർ എത്രത്തോളം ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒന്നൊന്നായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യം വരുന്നു. അപ്പോൾ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്റ്റേറ്റിന്റെ ഈഗോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ കോൺഫ്ലിക്റ്റ്. അങ്ങനെ വരുമ്പോൾ ക്ലാസിക്കലായിട്ട് റിയലിസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മള് കൗടില്യയുടെ അർത്ഥശാസ്ത്ര പഠിച്ചിട്ടുണ്ട്, ദ ആർട്ട് ഓഫ് വാർ എന്നുള്ളത്. അർത്ഥശാസ്ത്ര കൗടില്യ എഴുതിയതാണ്. പിന്നെ നിക്കോളോ മക്കാവലിയും തോമസ് ഹോബ്സും വെസ്റ്റേണിൽ ഇതേമാതിരി എഴുതിയിട്ടുണ്ട്. ഇവിടെ കാണിക്കപ്പെടുന്നത് ഒരു പെസിമിസ്റ്റിക് പിക്ചർ ഓഫ് മാൻ ആണ്. ഒരു മനുഷ്യന് എല്ലാവിധ ഗുണങ്ങളും ഉണ്ടാവും. എൻവി ഉണ്ടാവും, ജലസി ഉണ്ടാവും, ഈഗോ ഉണ്ടാവും, ഗ്രീഡ് ഉണ്ടാവും, ഫിയർ ഉണ്ടാവും, കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പൊ അതേമാതിരി തന്നെയല്ലേ സ്റ്റേറ്റും. ഈ മനുഷ്യന്മാർ കൂടുന്നതാണല്ലോ സ്റ്റേറ്റ്. അപ്പൊ ഇതേമാതിരിയുള്ള പ്രശ്നങ്ങളെല്ലാം സ്റ്റേറ്റിലും കാണാൻ പറ്റും. പിന്നെ ഇന്റർനാഷണൽ ഓർഡറിൽ വരുമ്പോൾ നമ്മൾക്ക് ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ല, കൺട്രോൾ ചെയ്യാൻ ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അക്വയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, സാധാരണ സ്റ്റേറ്റ് എപ്പോഴും അക്വയർ ചെയ്യുന്നത് മിലിറ്ററി കാപ്പബിലിറ്റിയും അതേമാതിരി സ്ട്രാറ്റജിക് ഡെപ്ത്, അത് എങ്ങനെയാണ് അവനവന്റെ ടെറിട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യുക. നമ്മൾ മിലിറ്ററി കേപ്പബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മിറാഷ് മേടിക്കുന്നു, അല്ലെങ്കിൽ ഫോറിൻ പവർഫുൾ ആയ വെപ്പൺസ് മേടിക്കുന്നു. എന്തിനാണ് അത്? ഇതൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇവിടെയും ഇന്ത്യയിലും കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ഈ പർച്ചേസിങ് ഓഫ് ആർമി, അതായത് മിലിറ്ററിക്ക് എമൗണ്ട് കൂടുതൽ ബില്ലിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ഫൈനാൻസ് ബില്ലിൽ കൊണ്ടുവരിക. കാരണം പ്രൊട്ടക്ഷൻ ഈസ് റിക്വയർഡ്. അതിന്റെ തിരക്കിനാണ് സെൻട്രൽ ഗവൺമെന്റ് മാക്സിമം കൺട്രിക്കല്ല അല്ലെങ്കിൽ രാജ്യത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി മിലിറ്ററിക്ക് വേണ്ടി കോട്ട കൂടുതൽ വയ്ക്കും. പിന്നെ ഇപ്പോൾ ഡെവലപ്മെന്റിനും കൂടുതൽ വയ്ക്കുന്നുണ്ട്. അപ്പൊ മെക്കാവലി പറയുന്നത് എന്താ വെച്ചാൽ, ഒരു മനുഷ്യന് കുറച്ച് കണ്ണിങ്നെസ് ഉണ്ടെങ്കിൽ അതേ തരത്തിൽ ആ മനുഷ്യൻ രാജാവാണെങ്കിൽ അല്ലെങ്കിൽ റൂളേഴ്സ് ആവുമ്പോൾ അവർ മാനിപ്പുലേഷൻസ് തുടങ്ങും. അവരുടെ പോളിസികളെ വളരെ വിദഗ്ധമായിട്ട് ലോ ആൻഡ് ഓർഡറിൽ കൂടെ അവർ കൊണ്ടുവരും, മാനിപ്പുലേഷൻ ചെയ്തവർ കൊണ്ടുവരും. ഇതേമാതിരി തന്നെയാണ് ഹോബ്സും പറയുന്നുണ്ട്. പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു പിക്ചർ മാനെ പറ്റിയും അവരുടെ സോവറിൻ പവറിനെ പറ്റിയും എടുത്തു പറയുന്നു. കാരണം ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോ ആൻഡ് ഓർഡർ അതേമാതിരി ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യവും ഉണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, സ്റ്റേറ്റിന്റെ ക്രാഫ്റ്റ് എന്താണ്, നേഷന്റെ രാജ്യത്തിന്റെ ഇൻട്രസ്റ്റ് എന്താണ്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. അപ്പോൾ ഈ റിലേഷൻസിൽ തന്നെ നമ്മളെ പവർ ഓഫ് സ്ട്രഗിൾ ഫോർ പവർ ആൻഡ് പീസ് എന്നുള്ളതിൽ 6 പ്രിൻസിപ്പിൾസിനെ പറ്റി എടുത്തു പറയുന്നുണ്ട്. ഈ 6 പ്രിൻസിപ്പിൾസ് എന്താന്ന് വെച്ചാൽ, രാഷ്ട്രീയം, ഒബ്ജക്റ്റീവ് ലോസ്, അവരുടെ ഒബ്ജക്റ്റീവ് ലോസ് വെച്ചാൽ ഹ്യൂമൻ നേച്ചറിൽ നിന്നാണ് രാഷ്ട്രീയം ഉണ്ടാവുന്നത്. ഈ രാഷ്ട്രീയത്തിനെ ഗ്ലോബലായിട്ട് അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് അണ്ടർസ്റ്റുഡ് ചെയ്ത് അതിൻ്റെ
സിദ്ധാന്തം ഡിഫൈൻ ചെയ്തു വരുന്നത് എത്രത്തോളം പവർഫുൾ ആണെന്ന്. പിന്നെ വരുന്നത് എന്താ, മൂന്നാമത്തതായിട്ട് നമുക്ക് കൊടുക്കുന്നത് ഏത് സമയത്തും ഒരു രാജ്യത്തിന്റെ പവർ വേരി ചെയ്യാം, സമയം അനുസരിച്ച് വേരി ചെയ്യാം, കോണ്ടസ്റ്റ് അനുസരിച്ച് വേരി ചെയ്യാം, കോൺസെപ്റ്റ് അനുസരിച്ച്. ഈ കോൺസെപ്റ്റ് മാത്രം അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നു, പക്ഷെ ബാക്കിയുള്ളത് നേച്ചറും ഫോംസ് ആൻഡ് നേച്ചർ ഓഫ് പവർ, സ്റ്റേറ്റിന്റെ പവർ മാറി മാറി വരും. മൂന്നാമത്തത്. നാലാമത്തെ പറയുകയാണെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ട്, അതായത് ഭൂലോക തലത്തിൽ പ്രിൻസിപ്പിൾസ് ഒരു ഗൈഡഡ് ബിഹേവിയർ ഫോളോ ചെയ്യുന്നില്ല. അഞ്ചാമതായിട്ട് പറയുകയാണെങ്കിൽ ഒരു യൂണിവേഴ്സൽ ആയിട്ടും വേൾഡ് വൈഡ് ആയിട്ട് ഒരു മോറൽ പ്രിൻസിപ്പിൾസ് ഇല്ല. അവിടെ മോറൽ ആസ്പിറേഷൻസ് മാത്രമേ ഉള്ളൂ. ഒരു പ്രത്യേകതരമായ ഒരു ആസ്പിറേഷൻ മാത്രമാണ് ഓരോ നേഷനും അല്ലെങ്കിൽ ഓരോ രാജ്യത്തിനും ഉണ്ടാവുക. ഇതേമാതിരി തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഏരിയ വളരെ ഓട്ടോണമസ് ആണ്. അപ്പൊ അവിടെ നമ്മളുടെ കീ ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, എത്രത്തോളമാണോ നമ്മളുടെ പോളിസികൾ, നമ്മൾ ഉദ്ധരിച്ച് കൊണ്ടുവന്ന് എടുക്കുന്ന പോളിസികൾ നമ്മളുടെ പവറിനെ, ആ രാജ്യത്തിന്റെ പവറിനെ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാല്, ഇന്റർനാഷണൽ ആയിട്ടുള്ള അനാർക്കിയും അതിന്റെ ഇംപ്ലിക്കേഷൻസും. അങ്ങനെ വരുമ്പോൾ ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ സെൻട്രൽ അതോറിറ്റി ഇല്ലാന്ന് വരുമ്പോൾ ഓരോ സ്റ്റേറ്റും അവരുടേതായ ഇൻട്രസ്റ്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടേതായ ഓരോ സെൽഫ് ഹെൽപ്പ് അവരുണ്ടാക്കും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ സെക്കൻഡായിട്ട് നമ്മൾ ഇംപ്ലിക്കേഷൻ എന്താ വരുന്നത്, ഇന്റർനാഷണലി അല്ലെങ്കിൽ ഓരോ സിസ്റ്റം അതിന് സെക്യൂരിറ്റി ഡയലമയിൽ കൊണ്ടുവരികയാണ്. അതായത് പ്രൊട്ടക്ഷൻ ചെയ്യുക, ഓരോ സ്റ്റേറ്റിനെയും ഗ്യാരണ്ടി ഇല്ലാത്ത സ്റ്റേറ്റിനെ അത് എങ്ങനെ ഏത് വിധത്തിൽ ഗ്യാരണ്ടി ഒന്നും റെഡിയാക്കിയില്ലെങ്കിൽ അത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ നോക്കുന്നത് മുഴുവൻ എത്രത്തോളം പവറിനെ റിലേഷൻ ടു അതർ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ ഇംപ്ലിക്കേഷൻസ് ഡിസ്കറേജ് ചെയ്ത് കോപ്പറേഷനും അതേമാതിരി റെഡ്യൂസ് ചെയ്ത് ഇഫക്റ്റീവ്നെസ്സും ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ കാണണം. ഇനി അടുത്തതായിട്ട് പറയുന്നത് പൊളാരിറ്റിയും സ്റ്റെബിലിറ്റിയും ബാലൻസ് ഓഫ് പവർ. ഇതെല്ലാം പറഞ്ഞാലും റിയലിസ്റ്റ് പറയുന്നത് സ്റ്റെബിലിറ്റി വേണം. സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ എന്താ, സ്ഥിരതയായിട്ട് വേണം. ആ സ്ഥിരതയിൽ കൂടെ ഒരു ഇന്റർനാഷണൽ സിസ്റ്റം, പല വിധത്തിലുള്ള ഇന്റർനാഷണൽ സിസ്റ്റം ബാലൻസ് ആയിട്ടുള്ള ഒരു പവർ ബാലൻസ് അവിടെ വേണമെന്ന് നമ്മൾ പരാമർശിക്കുന്നു. കാരണം അതില്ലെങ്കിൽ, സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തകർന്നടിഞ്ഞു പോകും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിയലിസം, നിയോ റിയലിസത്തിനെ പറ്റിയാണ്. അപ്പോ നിയോ റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കെന്നിത്ത് വാൾട്സ് അങ്ങേരുടെ ബുക്കിൽ തിയറി ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് 1979 ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. ആ പബ്ലിഷ് ചെയ്ത ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് ഇതിനെ, അല്ലെങ്കിൽ നിയോ റിയലിസത്തിനെ സ്ട്രക്ചറൽ റിയലിസം എന്ന് പറയും. വാൾസ് എന്താ പറഞ്ഞു വെച്ചാല്, സ്ട്രക്ചർ, ഇന്റർനാഷണൽ ആയിട്ടുള്ള സിസ്റ്റം അത് എങ്ങനെയാണോ ഓരോ യൂണിറ്റിനോടും ഇന്ററാക്ട് ചെയ്യുന്നത്, അത് കണ്ടിന്യൂ ചെയ്യുന്നത്, ചേഞ്ചസ് എങ്ങനെ വരുന്നു, അതിനെയാണ് അവിടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് പരാമർശിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, വാൾസ് വന്ന് ക്ലാസിക്കൽ റിയലിസത്തിൽ നിന്ന് മാറിപ്പോവുകയും അതേമാതിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ ഓഫ് എന്താ പറയുക ഇന്റർനാഷണൽ ലെവലിലുള്ള സിസ്റ്റത്തിലേക്ക് പഠിക്കാനും ഓരോ രാജ്യത്തിന്റെ പെരുമാറ്റത്തിനെ പഠിക്കാനും ഒക്കെ ശ്രമിച്ചു. ഇതേമാതിരി സെക്യൂരിറ്റി ഡയലമേനെ പറ്റി എക്സിസ്റ്റ് ചെയ്യുന്നു. അതേസമയം ഇത് എവിടെയാണോ ഇല്ലാത്തത്, ആ സ്റ്റേറ്റിന്റെ ബിഹേവിയർ മനുഷ്യരാശിയുടെ ബിഹേവിയറിനെയും കൂടാതെ ഇന്റർനാഷണൽ സിസ്റ്റത്തിലേക്ക് ഫിറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു റിയൽ അതോറിറ്റി, സെൻട്രൽ അതോറിറ്റി ടു ഗവേൺ ചെയ്യാൻ വേണം. ഈ ടെർമിനേഷൻസിനെല്ലാം ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നത് ഒരു ഭയമാണ്. കാരണം ഈ ഭയം എല്ലാ മനുഷ്യരിലും, എല്ലാ രാജ്യത്തും, എല്ലാ രാഷ്ട്ര തലവന്മാർക്കും അവരുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാര്യമാണ്. അവിടെ ഇൻസെക്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക,
ഇൻസെക്യൂരിറ്റി എപ്പോൾ ഫീൽ ആവുന്നോ അപ്പോൾ അവർ ചെയ്യും മാക്സിമം ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി പവർ സീറോ സമ്മിലേക്ക് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ആക്ഷൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സ്റ്റേറ്റ്. അപ്പൊ സ്റ്റേറ്റിന്റെ രാഷ്ട്രത്തിന്റെ അതിന് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഈ നിയോ റിയലിസത്തിനെയും അല്ലെങ്കിൽ അതിനെ സ്ട്രക്ചറൽ റിയലിസം എന്ന് നമ്മൾ പേര് പറഞ്ഞ് വിളിച്ചാലും എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള റിയലിസം ആണ്. ഇവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരാള്, ഒരു സ്റ്റേറ്റ് ലെവൽ കോസസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഹ്യൂമൻ നേച്ചർ, സാധാരണ മനുഷ്യന്റെ പെരുമാറ്റം അനാർക്കി അങ്ങനെ വിധമായിട്ടുള്ള ഇന്റർനാഷണൽ സിസ്റ്റത്തില് ഓരോ സ്റ്റേറ്റും എങ്ങനെ പെരുമാറുന്നു ഇതാണ് നോക്കുക. അപ്പോൾ നമ്മളുടെ വാട്സ് പറഞ്ഞ പ്രകാരം ഒരു വ്യത്യാസം, ഓരോ അപ്രോച്ചിനും ഓരോ വ്യത്യാസമുണ്ട്. ക്ലാസിക്കൽ റിയലിസം എത്രത്തോളം റെസ്പോൺസിബിലിറ്റി വാറിനെ എടുക്കുന്നു, എത്രത്തോളം സെൽഫിഷ് ആണ്, എത്രത്തോളം നാരോ മൈൻഡഡ് ആണ് ഇൻഡിവിജ്വൽസ്. അതേമാതിരി തന്നെ ഈ അനാർക്കിക്കൽ സ്ട്രക്ചർ നാരോ മൈൻഡഡ് ആയിട്ട് പോകുന്നു. ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീങ്സും എത്രത്തോളം നാരോ മൈൻഡ് ആണോ അതേമാതിരി അവിടെ സ്റ്റേറ്റിന്റെ നാരോ മൈൻഡ്നെസ് കാണാൻ പറ്റും. അനാർക്കിക്കൽ സ്ട്രക്ചറിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു റീസൺ, ഓരോ വാറിനും അല്ലെങ്കിൽ യുദ്ധത്തിനുമുള്ള ഒരു റീസൺസ് ഉണ്ട്. ആ അതിനെ അങ്ങേരെ എടുത്തു പറയുന്നത് സെക്യൂരിറ്റി ഡൈലമ എന്നാണ്. ഈ സെക്യൂരിറ്റി ഡൈലമയിൽ പറയുമ്പോൾ സർവൈവൽ ചെയ്യാനുള്ള ത്രെട്ട് ഉണ്ട് കൊണ്ടാണ് നമ്മൾ സെക്യൂരിറ്റി കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. പിന്നെ റിയലിസത്തിന്റെ കോൺസെപ്റ്റ് എന്താ? സെൽഫ് ഹെൽപ്പ് എന്നാണ്. അപ്പൊ സെൽഫ് ഹെൽപ്പ് വരുമ്പോൾ ഇവിടെ വാൾസ് ആർഗ്യൂ ചെയ്യുന്നത് റാഷണൽ കോസ് ആണ്. അപ്പൊ അങ്ങനെ മിലിറ്ററി മെയിൻറ്റെയിൻ ചെയ്യുക, മിലിറ്ററിനെ ഇനഫ് ആയിട്ടുള്ള മിലിറ്ററി മെയിൻറ്റെയിൻ ചെയ്യുക, രാഷ്ട്രീയ പവറിനെ ഡിഫെൻഡ് ചെയ്യുക, അഗ്രഷൻ ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പുതിയ വെപ്പൺസ് അല്ലെങ്കിൽ പുതിയ അലയൻസസിനും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതേസമയം ഒപ്പത്തിനൊപ്പം സ്റ്റെബിലിറ്റി, നമുക്ക് ഒരു ക്രൈസിസ് വന്നാൽ അതിനെ സഹായിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് വേണം എന്ന് പറയുന്നു. അതിന്റെ കൂടാതെ സെൽഫ് ഡിഫെൻസിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ്സിനെ അവരുടെയും അവരുടെ ഓൺ മിലിറ്ററി ബിൽഡപ്പ് ചെയ്യുന്നതിനും അലയൻസ് മേക്കിങ്ങിലും നോക്കുന്നു. ഇത് മോഡേൺ പുതിയ കാലഘട്ടങ്ങളിൽ ഇവിടെ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു സസ്പീഷൻ ഉണ്ടാവുന്നുണ്ട്, പരസ്പരം ഒരു സംശയം. അപ്പോൾ ഒരു സ്റ്റേറ്റിന്റെ സേഫ് ഗാർഡ് ചെയ്യുമ്പോൾ വേറൊരു സ്റ്റേറ്റ് അവരുടെ ലെസ് സെക്യൂർ ആയിട്ട് ഫീലിംഗ് ആവും. അപ്പോൾ എന്താവും, അവർ ഫോഴ്സ് ചെയ്തിട്ട് അവരുടെ സെൽഫ് ഹെൽപ്പ് സ്ട്രാറ്റജീസ് ഒന്ന് ഇംപ്രൂവ് ചെയ്യിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആംസ് റേസ് എന്ന് പറയും. അതായത് ഓരോ രാജ്യവും അവരുടെ മിലിറ്ററിനെ പുഷ്ടിപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ ഇതൊരു റാറ്റ് റേസ് മാതിരി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ 10 മിറാഷ് മേടിച്ചാൽ ഞങ്ങൾ 20 മിറാഷ് മേടിക്കും. അപ്പൊ അങ്ങനെ അവരുടെ പവറിനെ യൂസ് ചെയ്ത് മിലിറ്ററിന്റെ വെപ്പൺസ്, ന്യൂ വെപ്പൺസ്, വലിയ സർഫസ് ടു വാട്ടർ മിസൈൽസ്, ഇതൊക്കെ ആഡപ്പ് ചെയ്യുമ്പോൾ അവിടെ സെക്യൂരിറ്റി ഡൈലമ വരുന്നു. അപ്പൊ ഇതിനെയാണ് പെർസിസ്റ്റൻസ് ആയിട്ട് കോൺഫ്ലിക്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വാർ നടക്കുകയാണെങ്കിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റേജിൽ ഇത് വലിയൊരു പ്രശ്നമായിട്ട് വരും. ഇനി വേൾഡ് ഗവൺമെന്റ് ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഒരു എൻവയറമെന്റൽ മ്യൂച്വൽ ഡിസ്റെസ്പെക്റ്റും അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിയലിസം നോക്കിയിട്ട് 1980 തോമസ് ഫോക്കസ് ചെയ്തത് ഫോറിൻ പോളിസി ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റിയാണ്. അതിൽ കൂടെ ബേസിക് ഡിപ്ലോമാറ്റിക് ആയിട്ടും മിലിറ്ററി ഇഷ്യൂസിനെ പറ്റി സംസാരിക്കുകയും അതിന് വേണ്ട ഡിപ്ലോമസി ഒരു ബാർഗെയിനിങ് ഉള്ള ലെവലിലേക്ക് കൊണ്ടുവന്ന് അതിനെ രണ്ട് പാർട്ടിക്കും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കോംപ്രമൈസ് കൊണ്ടുവരാനും അല്ലെങ്കിൽ
വേറെ വിധത്തിൽ വല്ല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ സ്ട്രാറ്റജിക് റിയാലിറ്റീസിൽ കൂടെ എത്രത്തോളം പവർ ഇന്റലിജന്റ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും മാത്രമല്ല, നമ്മുടെ ഉദ്ദേശം അവോയ്ഡിങ് വാറാണ്. അവോയ്ഡ് വാർ അല്ലെങ്കിൽ അവോയ്ഡിങ് ഫിയർ, മനസ്സുള്ള ഭയത്തിനെ മാറ്റുക എന്നാണ്. ഇനി നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ലിബറലിസത്തെ കുറിച്ചാണ്. ലിബറലിസത്തില് അസോസിയേറ്റ് ചെയ്യുന്നത് മുഴുവനും മോഡേൺ ലിബറൽ സ്റ്റേറ്റ് ആണ്. ഇവിടെ മോഡേൺ ലിബറലിസം എന്ന് പറയുമ്പോൾ ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യം, ടോളറൻസ്, ഒരാളുടെ എത്രത്തോളം ക്ഷമിക്കാനുള്ള കഴിവ്, ടോളറൻസ് സഹിക്കാനുള്ള കഴിവ്, ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള കഴിവ്, കോംപ്രമൈസ് ചെയ്ത് പോകാനുള്ള കഴിവ്, അതേമാതിരി സമാധാനപരമായിട്ടും മുൻഗതിക്കും മുന്നോട്ടത്തിനും പ്രോഗ്രസിനുമുള്ള കഴിവ്, ഇതിനൊക്കെയാണ് നമ്മൾ ലിബറലിസത്തിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ കോൺഫ്ലിക്റ്റും വാറും ലിബറലിസം തീരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ട്രഡീഷൻ ബിലീവ് ചെയ്ത് വരുന്നത് മുഴുവൻ ഇൻഡിവിജ്വലി ഓരോ റീസൺ കാണും, ഓരോ റാഷണൽ ബിഹേവിയറിനും ഓരോ റീസൺ കാണും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കോപ്പറേഷൻ ചെയ്യണം, സഹായിക്കണം, കോംപ്രമൈസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് ചെയ്യണം, സൊസൈറ്റിയിൽ വരുന്ന കോൺഫ്ലിക്ട്സിന് നോക്കണം, അതേമാതിരി തന്നെ ഏറ്റവും സഹനശക്തി കൂടെ വേണം. അപ്പോഴേ ഹാർമോണിയസ് ആയിട്ട് അല്ലെങ്കിൽ വഴക്കുകൾ ഇല്ലാണ്ട് പോവാൻ പറ്റുള്ളൂ. അതാണ് നമ്മളിവിടെ ലിബറലിസത്തിൽ കൂടെ പരാമർശിച്ചു പോകുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ സാധാരണമായിട്ട് സോഷ്യബിൾ ആണ്, റിലയബിൾ ആണ്, റാഷണൽ ആണ്, കോമ്പറ്റീറ്റീവ് ആണ്, കൊളാബറേറ്റീവ് ആണ്. 17ാം നൂറ്റാണ്ടിലെ ലിബറൽ ഫിലോസഫറായ ജോൺ ലോക്ക് പറയുന്നുണ്ട്, ഒരാളുടെ ലൈഫ്, ലിബർട്ടി, പ്രോപ്പർട്ടി ഇത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആ ഇൻഡിവിജ്വലിന് അവരുടേതായ കഴിവുകളാണ്. അതിൽ കൂടെ അഡ്മിറ്റ് ചെയ്തു കോൺസ്റ്റിറ്റ്യൂഷണലി ഗവൺമെന്റ് എന്താണ് ചെയ്യുക ഒരു ഇൻഡിവിജ്വലിന്. ഇതേമാതിരി ജെർമി ബെൻതാം പൊളിറ്റിക്കൽ പ്രോമിനന്റ് ആയിട്ടുള്ള ലിബറൽ ഫിലോസഫറാണ്. അങ്ങനെ പറയുന്നത് ഒരു ഇന്റർനാഷണൽ ലോ, അതിന്റെ കോൺസെപ്റ്റിൽ കൂടി കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ്സ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്സിന് ഇതിന് കിട്ടുന്ന ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. ഇമ്മാനുവൽ കാന്റ് പറയുന്നുണ്ട്, ആർഗ്യുമെന്റ് ചെയ്യുന്നു, എംഫസൈസിങ്, ഇതിനെപ്പറ്റി എംഫസൈസ് ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യണം. അതായത് കോൺസ്റ്റിറ്റ്യൂഷണലി മ്യൂച്വലി റെസ്പെക്റ്റബിൾ റിപ്പബ്ലിക്സ്, ഭരണഘടനയും പരസ്പരം റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു തോട്ട് മനസ്സിൽ കൂടെ വരണം, എന്നാലേ പ്രോഗ്രസിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. 1970 ലിബറലിസത്തിന് പുതിയൊരു റിവൈവ് ചെയ്തൊരു പേര് കൊടുത്തു, നിയോ ലിബറലിസം. ആ നിയോ ലിബറലിസത്തിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഡിപെൻഡൻസ് ലിബറലിസം, റിപ്പബ്ലിക്കൻ ലിബറലിസം, ലിബറൽ ഇൻഡസ്ട്രിയൂഷണലിസം, ഇതാണ് നമ്മൾ ഇനിയിപ്പോൾ പരാമർശിക്കാൻ പോകുന്നത്. ഇന്റർഡിപ്പെൻഡൻസ് ലിബറലിസം, ആ വാക്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഇന്റർഡിപ്പെൻഡന്റ് ലിബറലിസം, അതായത് ഓരോ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ട് പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ട് ജീവിക്കാനും ഉള്ളതാണ് ഇതിന്റെ അർത്ഥം തന്നെ. അപ്പൊ ഇവര് ഫോക്കസ് ചെയ്യുന്നത് മുഴുവനും ഫ്രീ ട്രേഡ് ആണ്. മ്യൂച്വൽ ആയിട്ട് എക്കണോമിക് റിലേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഫ്രീ ട്രേഡ് അല്ലെങ്കിൽ വ്യവസായം, ഇത് നമ്മളുടെ 19ാം നൂറ്റാണ്ടിൽ നമ്മളുടെ കാലഘട്ടത്തിൽ കമേഴ്സ്യൽ ലിബറലിസം ഉണ്ടായിരുന്നു. അതായത് ലിബറലായിട്ടുള്ള പോളിസികൾ കൊണ്ടുവന്നിട്ട് അതിനെ കമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. ഫ്രീ ട്രേഡ് നമ്മൾ ബ്രിട്ടീഷ് കാലത്തിന്റെ സമയത്തൊക്കെ പുറം നാട്ടിൽ നിന്ന് വരുന്നതിന് ടാക്സ് ഇല്ല, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതിന് ടാക്സ്, ഇതിനൊക്കെ ട്രേഡിന്റെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തതാണ്. ഫ്രീ ട്രേഡ് വരുമ്പോൾ എന്താ കിട്ടുന്നത്, ഓരോ കൺട്രിക്കും അവരുടെ സാധനങ്ങളും അവരുടെ സർവീസും ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിൽ കൊടുക്കാൻ പറ്റും, അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടും.
അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇക്കണോമിക്കലി ഇന്റർഡിപെൻഡൻസ് ആയി പോവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താവും, അത് റെഡ്യൂസ് ചെയ്യുന്നു. ഈ വാർ അല്ലെങ്കിൽ യുദ്ധം വരാണ്ട് അതിനെ നിൽക്കാൻ സാധിക്കും. അതാണ് ഈ ഫ്രീ ട്രേഡ് എന്ന് എപ്പോഴും നമ്മൾ പറയുന്നത്. ഈ ഫ്രീ ട്രേഡും ഡിഫറെന്റ് പല വിധത്തിലുള്ള ആൾക്കാരുടെ ജാതിക്കാരുടെ ക്രീഡിന്റെ ലാംഗ്വേജിന്റെ അതിനെ ഒരു ടൈപ്പ് ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു ഇന്റേണൽ പീസ്, ബോണ്ട് ഓഫ് ഇന്റേണൽ പീസ്, പരസ്പര ധാരണയോടെ സഹായ സഹകരണത്തോടെ വരുമ്പോൾ അവിടെ ഒരു പീസ് ഉണ്ടാവും. ഇതിനെ ജോസഫ് നെയ്യും റോബർട്ട് കെയ്നും വിളിക്കുന്നത് കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസ് എന്നാണ്. എവിടെ വെച്ചാല് എങ്ങനെയെന്ന് വെച്ചാല് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കൺട്രി ബാക്കിയുള്ള കൺട്രികളോടുകൂടി ഒരുമിച്ച് പോകുമ്പോൾ അവിടെ സമാധാനവും അതേമാതിരി തന്നെ അവർക്ക് പുരോഗതിയും ഉണ്ടാവും. അങ്ങനെയാണ് അതിന് പരാമർശിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇക്കണോമിക്കലി ഒരു ഏരിയ വ്യത്യാസം വരും. അതേമാതിരി തന്നെ ക്ലൈമാറ്റിക് ചേഞ്ചസ് വ്യത്യാസം വരും. ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പുരോഗതിക്ക് വ്യത്യാസം വരും. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഓരോ മനുഷ്യന്റെ രാശിയുടെ ഹ്യൂമൻ റൈറ്റ്സിന് വ്യത്യാസം വരും. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് റിപ്പബ്ലിക്കൻ ലിബറലിസം ആണ്. ഇതിൽ ബിഹേവ് ചെയ്യുന്നത് എന്താ വെച്ചാൽ സ്റ്റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എന്ത് രാജ്യത്തിലെ ഭരണഘടനയും അതേമാതിരി തന്നെ രാഷ്ട്രീയവും. ഈ ഭരണഘടനയും രാഷ്ട്രീയം ഇതിനെ ഇൻഫ്ലുവൻസ് വരുമ്പോൾ ഇവിടെ അതോറിറ്റേറിയൻ സ്റ്റേറ്റ്സ് ആയിട്ട് മാറുകയും അഗ്രസീവ് ആയിട്ടോ മിലിറ്ററിസ്റ്റിക് ആയിട്ടോ ഡെമോക്രാറ്റിക് ആയിട്ടാണോ പീസ്ഫുൾ ആയിട്ടും കോഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ കൂടെ ഡീലിങ്സ് കൊണ്ടുപോവുക. ഇനി കമ്മ്യൂണിസം കൊളാപ്സ് ആവുകയാണ്. ആ കമ്മ്യൂണിസം കൊളാപ്സ് ആവുന്ന സമയത്ത് ഡെമോക്രാറ്റിക് പീസ് തീസിസ് ആണ് അവിടെ റീഎമർജ് ചെയ്ത് വരുന്നത്. അപ്പൊ ഡെമോക്രാറ്റിക് പീസ് തീസിസ് വരുമ്പോൾ ഒരു ഫ്രാൻസിസ് ഫിക്കമിയ എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഓർഡർ ഓഫ് ദ വേൾഡ്, ഡെമോക്രസി എന്ന് വെച്ചാൽ ജനാധിപത്യമാണ് ഈ ലോകത്തിന്റെ ഒരു ഓർഡർ. ആ ഓർഡർ ഓഫ് ദ വേൾഡ് എന്നാണ് ആ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. മാർക്കറ്റിന്റെ ക്യാപിറ്റലിസം, അതായത് മുതലാളിത്വം, ലിബറൽ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്, ഇതിന് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാൽ ഒരു വിധത്തിൽ ഫ്രീഡം അനുഭവിക്കുക, ട്രേഡ് ചെയ്യുക, കോപ്പറേഷൻ ചെയ്യുക പരസ്പരം, എന്നിട്ട് ആ വേൾഡിനെ നടത്തിക്കൊണ്ടുപോവുക. ലിബറൽസ് 16-ാം നൂറ്റാണ്ടിൽ ജർമ്മൻ ഫിലോസഫറായ ഇമ്മാനുവൽ കാന്റ് പറയുന്നുണ്ട്, ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം വഴക്കിന് പോവാറില്ല. അപ്പോ വഴക്കിന് പോവാണ്ടിരിക്കുമ്പോ അവിടെ എന്താ വരിക, ഡെമോക്രസി ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ജനാധിപത്യമുള്ള സ്ഥലത്ത് സമാധാനം വരും. വഴക്കില്ലാണ്ടിരിക്കുമ്പോൾ അവിടെ സമാധാനം വരുന്നു. അതാണ് പുള്ളി പറഞ്ഞത്. ഇനി ലിബറൽ ഇൻസ്റ്റിറ്റ്യൂഷണലിസത്തെ പറ്റി പറയാണ്. അവിടെ സോഷ്യലായിട്ട് നമ്മളുടെ ഹോബ്സും ലോക്കും പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ കോൺട്രാക്ട് തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അവിടെ സോവറിൻ പവറിന് ആവശ്യം സൊസൈറ്റിനെ കാട്ടുരാജ്യന്മാരെ അല്ലെങ്കിൽ ഒരു ബാർബേറിയൻ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റിനെ രക്ഷപ്പെടുത്തുക, ഒരു ഇന്റർനാഷണൽ ലെവലില് എല്ലാവർക്കും ഒരു ആരോഗ്യകരമായി ജീവിക്കുന്ന വിധത്തില് ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവരിക. അതിനെ കളക്റ്റീവായിട്ട് കൊണ്ടുവന്നു, കളക്റ്റീവായ സെക്യൂരിറ്റി ആയിട്ടും ഇന്റർനാഷണൽ ഭൂമി എല്ലാ തരത്തിലുള്ള ലോയും കൊണ്ടുവന്നു. അങ്ങനെയാണ് ദ ലീഗ് ഓഫ് നേഷൻസ് ആദ്യം അറ്റംപ്റ്റ് ചെയ്തത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം. അപ്പൊ ലീഗ് ഓഫ് നേഷൻസിന്റെ ഉദ്ദേശം എന്തായിരുന്നു, ഇനിയൊരു വാർ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു പരമാർത്ഥം. പക്ഷെ ലീഗ് ഓഫ് നേഷൻസിന്റെ എഫേർട്ട് ഒന്നും അത്രയും പവർഫുൾ ആയിട്ട് പോകാത്തത് കൊണ്ട് സെക്കൻഡ് വേൾഡ് വാർ ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ വന്നതിന് ശേഷമാണ് നമ്മൾക്ക് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഉണ്ടാക്കുകയും ഇതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഈ മീഡിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഈ ഫെസിലിറ്റേറ്റേഴ്സ് ഓരോ രാജ്യത്തിനോടും സംസാരിക്കുകയും അവരുടെ കോമൺ ഇൻട്രസ്റ്റിനെ ചർച്ചയിൽ കൊണ്ടുവന്നിട്ടാണ് യു എന്നിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്സ് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ മെക്കാനിസം അല്ലെങ്കിൽ അംബിഷൻസ്, ഓരോ രാജ്യത്തിന്റെ അംബിഷൻ
അതാണ് നമ്മൾ അവിടെ ഓരോ രാജ്യത്തിന്റെ നാഷണൽ ഇൻട്രസ്റ്റിനെ പറ്റി നോക്കേണ്ടത്. പിന്നെ ഈ റാഡിക്കലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മുഴുവനും മൾട്ടിലാറ്ററലിസവും അതേമാതിരി ഗ്ലോബൽ ഗവൺമെന്റും എങ്ങനെ എത്രത്തോളം ഗ്ലോബലൈസേഷൻ കൊണ്ടുപോകാമെന്നുള്ളതാണ്. ഈ ഗ്ലോബലൈസേഷൻ ചാലഞ്ചസ് ഏതിനെയാണ് ഫേസ് ചെയ്തത്? ചാലഞ്ചായിട്ട് ഫേസ് ചെയ്തിട്ടുള്ളത് ടെററിസം, പാൻഡമിക്സ്, ഇതിനെയൊക്കെ നമ്മൾക്ക് ഏത് വിധത്തിൽ പരാമർശിക്കാം, ഏത് വിധത്തിൽ അതിനെ അഭിമുഖീകരിക്കണം, അവനവന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കണ്ടീഷൻസ് അനുസരിച്ച് അത് വേരിയേറ്റ് ചെയ്തു വരും. ഇനി നമ്മൾ ക്രിട്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പരാമർശം എന്ന നിലയിൽ നോക്കുകയാണ്, 1980 വരുന്നു. ഇവിടെ പോസ്റ്റ് പോസിറ്റിവിസ്റ്റ് അപ്രോച്ച് എന്നുള്ള ഒരു ലിങ്കിന് ഇവിടെ തിയറിയിൽ പ്രാക്ടീസ് ചെയ്യാണ്. ഇതിൽ കൂടെ ഈ ചാലഞ്ച് ഗ്ലോബൽ ആയിട്ടുള്ള സ്റ്റേറ്റസ് കോവും അതിന്റെ വാല്യൂ എക്സ്പോസ് ചെയ്യുന്ന ഇൻഇക്വാളിറ്റി അല്ലെങ്കിൽ ഈക്വാളിറ്റി ഇല്ലാണ്ട് വരിക, ജസ്റ്റിസ് അല്ലെങ്കിൽ ന്യായം അന്യായം നടക്കുക, ഇംബാലൻസ് ഉണ്ടാകുക, ഈ തിയറീസ് ഒക്കെ ആണ് അവിടെ നമ്മൾ ചാലഞ്ചസ് ആയിട്ട് കാണുന്നത്. ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇതൊക്കെ ചേഞ്ചസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ക്രിട്ടിക്കൽ തിയറീസ് ഒക്കെ പറ്റി കൂടുതലായിട്ട് ഫ്രീഡമിനും അതേമാതിരി അതായത് കിട്ടാത്ത സെക്ഷന് അവർക്ക് കിട്ടേണ്ട ധാരണകൾ കുറച്ചു കൊടുക്കുക അല്ലെങ്കിൽ ശരിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സിൽ നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും. അപ്പോ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ളതിനെ സബ്സിക്വന്റ് ആയിട്ട് പരാമർശിച്ചു പോവുക. ഇനി മാർക്കിസം എന്താ പറയുന്നത്? നിയോ മാർക്കിസവും ക്രിട്ടിക്കൽ തിയറിനെ പറ്റിയും എന്ത് പറയാം? അപ്പോ റിയലിസം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. മാർക്കിസം ഓൾട്ടർനേറ്റീവ് ആണ് ഇതിനെ കാണുന്നത്. മാർക്കിസം കാണുന്നത് ഓൾട്ടർനേറ്റീവ് ആണ് റിയലിസം ആൻഡ് ലിബറലിസവും. ഇതിൽ കൂടെ ഇവരുടെ താല്പര്യങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള റൂളിംഗ് ക്ലാസിന്റെ താല്പര്യങ്ങൾ യൂറോപ്പിലുണ്ടായിരുന്നു ആ കാലഘട്ടത്ത്. അതേസമയം മാർക്കിസം പറയുന്നത് മുഴുവനും സൊസൈറ്റിയിലെ വീക്കർ സെക്ഷനെ പറ്റിയാണ്. വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പാവങ്ങൾ എന്നർത്ഥം. മാർക്കിസം എപ്പോഴും ക്ലാസ് സ്ട്രഗിളിന് ഇന്നെവിറ്റബിൾ ആയിട്ട് സൊസൈറ്റിയുടെ ഭാഗം എന്ന് പറയുന്നത് കൂലിക്കാരാണ്, അല്ലെങ്കിൽ താഴ്ന്ന വരുമാനം ഉള്ളവരാണ്. അപ്പൊ അവിടെ വരുമാനത്തിനെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഈ വരുമാനം എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചിട്ട് രണ്ട് ക്ലാസ് ഒന്ന് ഹാവ്സ് ഒന്ന് ഹാവ് നോട്ട്സ് എന്നുള്ള വിധത്തില് സൊസൈറ്റിനെ രണ്ടായിട്ട് പിരിക്കുന്നു. ആ കൺസെപ്ഷനിൽ കൂടെ ആണ് പിന്നെ പോകുന്നത്. കാറൽ മാർക്സ് 5 സ്റ്റേജ് പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യത്തെ ആയിട്ട് പറയുമ്പോഴത്തേക്കും പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയും. അവിടെ ഒരു വിധത്തിലും ആർക്കും ഈക്വൽ അല്ല, ഒരാളും ഈക്വൽ അല്ല, ഒരു സോഷ്യൽ ഡിവിഷനും ഇല്ല, റിച്ച് ഒന്നുമില്ല പുവർ ഒന്നുമില്ല. രണ്ടാമത്തെ ഫ്യൂഡലിസം എന്ന് പറയുമ്പോഴത്തേക്കും ഫ്യൂഡൽ സ്റ്റേറ്റ് വരുമ്പോ എന്താവും? ലാൻഡ് ലോർഡ് ജമ്മി വരുന്നു. ജമ്മീന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ലാൻഡ് ഇല്ലാത്തവൻ അല്ലെങ്കിൽ കർഷകൻ സെർവ്സ് എന്ന് വരുന്നു. സെർഫ്ഡം. ലാൻഡ് ലോർഡ് എന്നുള്ള വേർഡ് തന്നെ ഇംഗ്ലണ്ടിൽ നിന്നാണ് ഓർഗനൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉരുപ്പെട്ട് വരുന്നത്. നമ്മൾ ഇന്ത്യയിൽ അതിനെ ജമീൻദാർ എന്ന് പറയും. ജമീൻ ലാൻഡ്, ദാർ എന്ന് വെച്ചാൽ അതിന്റെ ഉടമസ്ഥൻ. കർഷകൻ അവിടെ പണിയെടുക്കുന്ന കർഷകൻ, ജോലിയില്ലാത്ത അല്ലെങ്കിൽ ലാൻഡ് ഇല്ലാത്ത ആള് ജമീനില് പോയി വർക്ക് ചെയ്യുന്നു. അതാണ് അടുത്ത ക്ലാസ്. ഈ ക്ലാസ് റിപ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഫ്യൂഡലിസം എന്ന് പറഞ്ഞ സിസ്റ്റം അവിടെ വരികയാണ്, അല്ലെങ്കിൽ ആ മെത്തേഡ് അവിടെ വരുന്നു. പിന്നെ ഈ അതിനുശേഷം നമ്മളെ ക്യാപിറ്റലിസം കാണുന്നുണ്ട്. ക്യാപിറ്റലിസ്റ്റിക് മോഡിൽ വരുമ്പോൾ അവിടെ പ്രൊഡക്ഷൻ കൂടുന്നു. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ വർക്കിംഗ് ക്ലാസും പ്രൊഡക്ഷനും. വർക്കിംഗ് ക്ലാസ്സിനെയാണ് പ്രൊലക്ടറേറ്റ് എന്ന് പറയാ, അതായത് വർക്കേഴ്സ്, ലേബറേഴ്സ്. പിന്നെ അവരുടെ മുതലാളിമാരായ ബൂർഷ്വായ്സ്, ക്യാപിറ്റലിസ്റ്റ്, അവർ ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. അവിടെ ഫാക്ടറി പ്രൊഡക്ഷൻസും ഉണ്ട്. അതിന് മാർക്സിസ്റ്റ് പറഞ്ഞിട്ടത് ക്ലാസ് റെവല്യൂഷൻ എന്നാണ് അതിന്. അപ്പോ അതിനെ മാറ്റി
അവരുടെ മാർക്സിന്റെ അഭിപ്രായ പ്രകാരം ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള സൊസൈറ്റി കെട്ടിപ്പടുത്തെടുക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ സോഷ്യൽ ജസ്റ്റിസ് എല്ലാവർക്കും കൊടുത്ത് സോഷ്യലിസം എന്ന് പറഞ്ഞ സിസ്റ്റത്തിന് ഒരു ട്രാൻസിറ്ററി ചേഞ്ച് ആണ് വരുന്നത്. പതുക്കെ പതുക്കെ വരുന്നുള്ളൂ. ആ ഡിസ്ട്രിബ്യൂഷൻ, ലാൻഡ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, റിസോഴ്സസ് എല്ലാവർക്കും കൊടുക്കണം. കാറൽ മാർക്സ് ബിലീവ് ചെയ്യുന്നത് അതിലാണ്. ഒരു ഡയലക്ടൽ പ്രോസസ്സിൽ കൂടെ ഇന്റേണൽ കോൺട്രഡിക്ഷൻസിലെയും ഒരു എല്ലാവർക്കും പ്രൊഡക്ഷന് റെസ്പോൺസിബിലിറ്റി എന്നുള്ള ലെവലിലേക്ക് എല്ലാവരും ലാൻഡിന്റെ ഉടമസ്ഥൻ, എല്ലാവരും ഫാക്ടറിയുടെ ഉടമസ്ഥൻ, ആ പോയിന്റ് ഓഫ് വ്യൂലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ലെനിന്റെ ഇമ്പീരിയലിസം ഉണ്ട്. ലെനിന്റെ ഇമ്പീരിയലിസം സമയത്തിൽ അണ്ടർലൈൻ ചെയ്തു വരുന്നത് മുഴുവനും ഹൈ ലെവൽ ഓഫ് പ്രോഫിറ്റ്, അതായത് സർപ്ലസ് ആയിട്ടുള്ള ക്യാപിറ്റലിനെ എക്സ്പോർട്ട് ചെയ്യുക, ഓവർസീസിന് കൊടുക്കുക, അങ്ങനെ ഹൈ ലെവൽ ഓഫ് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുക. അത് നടന്നത് നമ്മളുടെ കോളനൈസേഷൻ സമയത്താണ്. ഏഷ്യ, ആഫ്രിക്ക എല്ലാ സ്ഥലത്തും വേൾഡ് വാറിന്റെ ടൈമിലും യൂറോപ്യൻ ക്യാപിറ്റലിസ്റ്റ് കൺട്രോൾ ചെയ്യുകയും അതിനെ അവരുടെ കൺട്രോളിൽ കോളനിയാക്കി മാറ്റുകയും ചെയ്യുന്നു. പിന്നെ നമ്മൾ കാണുന്നത് നിയോ മാർക്സിസമാണ്. അതായത് ഗ്ലോബലായിട്ടുള്ള ദരിദ്രം, ഗ്ലോബലായിട്ടുള്ള ഇൻഇക്വാളിറ്റി റിവൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നത് 1970-ലാണ്. ഇതിനെ നിയോ മാർക്സിസം അല്ലെങ്കിൽ സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. നിയോ മാർക്സിസത്തിനെ സ്ട്രക്ചറൽ വേർഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയും അതിന് 3 തരത്തിലാണ് വിഭജിച്ചിട്ടത്. ഒന്ന് കോറ്, ഒന്ന് പെരിഫറി, ഒന്ന് സെമി പെരിഫറി. അപ്പൊ ഇതില് കോറായിട്ട് പറയുന്നത് മുഴുവൻ നോർത്തേൺ കൺട്രികളാണ്, അല്ലെങ്കിൽ വെസ്റ്റേൺ ക്യാപിറ്റലിസ്റ്റെയാണ് കോർ എന്ന് പറയാ. അവിടെ എന്താ നടക്കുന്നത് വെച്ചാല് ക്യാപിറ്റൽ ഒരുപാട് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഹൈ ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് ഉണ്ട്, ടെക്നോളജിക്കൽ നോളജ്, ഹൗ അവരുടെ കയ്യിലുണ്ട്, സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ട്, ഹൈ വേജസ് കൊടുക്കുന്നുണ്ട്, പിന്നെ അതിലേക്ക് കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അതേസമയം പെരിഫറൽ കൺട്രീസ്, അതായത് സദേൺ സൈഡിലുള്ള കൺട്രീസ് പുവറാണ്. മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള അഗ്രികൾച്ചർ ആണ്, അല്ലെങ്കിൽ വ്യവസായം. അപ്പൊ അവിടെ ലോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അധികം വരുന്നില്ല, ടെക്നോളജി അധികം വരുന്നില്ല. അതേമാതിരി തന്നെ അൺഎംപ്ലോയ്മെന്റ്, സ്കിൽഡ് വർക്കറും അൺസ്കിൽഡ് വർക്കുമാണ്. ഇവർക്ക് കിട്ടുന്ന ശമ്പളവും വളരെ കുറവാണ്. പിന്നെ ഇതിന്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് അവരുടെ എക്കോണമീസിനെ എഫക്ട് ചെയ്യുന്നു. ഇതേമാതിരി തന്നെ പല വിധത്തിലും പല ഓപ്പർച്യൂണിറ്റീസിലും അത് ലോ ഇൻവെസ്റ്റ്മെന്റിലാണ് പോകുന്നത്. ഇനി സെമി പെരിഫറലിൽ വരുന്നത് മാനുഫാക്ചറിങ് ഒക്കേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിലും ക്യാപിറ്റൽ ഒരു കൺട്രിയിൽ മാത്രം, ചില പ്രത്യേകമായ കൺട്രികളിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അവരുടെ റിസോഴ്സസ്, അവരുടെ ചീപ്പ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, ചീപ്പ് ലേബർ, അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താണ് അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് എന്ന് പറയുന്നു. ഇതിനെ നമ്മൾ പരാമർശിച്ചു പോകുമ്പോൾ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ, അതായത് ലാറ്റിൻ അമേരിക്കയില് ഇത് സെന്റർ പെരിഫറി തീസിസ് നടത്തുന്നുണ്ട് 1940-ലും 50-ലും. അതിൽ കൂടെ അവർ ഡിമാൻഡ് ചെയ്യുന്ന കോമ്പറ്റീഷൻ, ഡെവലപ്മെന്റ് ചെയ്യുന്ന കോമ്പറ്റീഷൻ വരുന്നത് സെന്ററിലും കോറിലും ആണ്. അപ്പോൾ ലോക്കൽ ഡെവലപ്മെന്റ് എത്രത്തോളം എന്നുള്ളതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഡിപ്പെൻഡന്റ് തിയറിയാണ്. വേറൊന്നിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക ഇന്റർനാഷണൽ ലെവലില്. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വേറൊന്നിനെ താങ്ങി നിൽക്കുക, അല്ലെങ്കിൽ അതിനെ കണ്ടുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് വരിക. ഈ തിയറിനെയും നമ്മൾ കണ്ടീഷൻഡ് ആയിട്ട് വരുമ്പോൾ, എക്സ്പാൻഷൻ ചെയ്ത് കോർ ആൻഡ് സെന്റർ എന്ന് വരുമ്പോൾ അതിനെ ഒരു ക്രിട്ടിക്കൽ ലെവലിലാണ് നമ്മൾ കാണുന്നത്. ആ ക്രിട്ടിക്കൽ ലെവലില് എത്രത്തോളം സൊസൈറ്റിയിൽ ജസ്റ്റിസ് നടക്കാണ്ട് പോകുന്നു, എത്രത്തോളം അൺഈക്വൽ ആയിട്ട് വർക്ക് നടക്കാണ്ട് പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് പൊളിറ്റിക്കൽ പവർ കിട്ടുന്നുണ്ടോ, ഇതൊക്കെയാണ് ഇതിൽ പരാമർശിച്ചു പോകുന്നത്. ഇനി നമ്മൾ ആ സമയത്ത് USA പവർ എത്രത്തോളം ഉണ്ട്, അതിന്റെ മിലിറ്ററിക്ക് എത്രത്തോളം വരുന്നുണ്ട്, വലിയ വിധത്തിലുള്ള വേൾഡ് ഓർഡറിനുള്ള കൺസെന്റ് ഉണ്ടോ. അപ്പൊ ക്രിട്ടിക്കൽ തിയറീസില് കമ്മിറ്റ് ചെയ്യുന്നത് കൂടുതലായിട്ട് പൊളിറ്റിക്സിൽ ബിലീവ് ചെയ്യുന്നത് മുഴുവനും കോസ്മോപൊളിറ്റൻ വേൾഡ് ഓർഡർ ആണ്. ആ കാലഘട്ടങ്ങളിൽ 1923-ൽ
ഫ്രാങ്ക്ഫർട്ട് സ്കൂളായിട്ട് അണ്ടർലൈൻ ചെയ്ത് ഒപ്രഷൻ, അതായത് താഴ്ന്ന ജോലിയുള്ളവർ, വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി, അതിനെയാണ് പുരോഗതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ പരാമർശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ പരാമർശിക്കാൻ പോകുന്നത് ഫെമിനിസം ആണ്. ഫെമിനിസം വെച്ചാൽ നമുക്ക് ആ കാലഘട്ടങ്ങളിൽ 60-ൽ സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യങ്ങൾ, സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ട്, അതിനെയാണ് നമ്മൾ ഫെമിനിസം എന്ന് പറയാ. ഇത് കൺഫൈൻ ചെയ്തു വരുന്നത് അവനവന്റെ വീടുമാർക്ക് മാത്രമല്ല, മനുഷ്യന് ആണുങ്ങളുടെ അല്ലെങ്കിൽ വീട്ടിൽ കാര്യങ്ങൾ മാത്രമല്ല, അത് രാഷ്ട്രീയമായിട്ടും ഈ ഫെമിനിസം കൊണ്ടുവരിക്കാനാണ് നോക്കുന്നത്. അത് പബ്ലിക്കിൽ എത്രത്തോളം ഉണ്ട്, പ്രൈവറ്റിൽ എത്രത്തോളം ഉണ്ട്, പാട്രിയാർക്കി എത്രത്തോളം ഉണ്ട്, അതായത് പരമ്പരാഗതമായിട്ട് എത്ര ജെൻഡർ ഉണ്ട്, എത്ര സെക്സ് ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഇക്വാളിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടോ? ഫെമിനിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മുഴുവനും ഈ കാര്യത്തെ പറ്റിയാണ്. ആർട്ടിഫിഷ്യൽ ആയിട്ടോ അൺനാച്ചുറൽ ആയിട്ടോ പബ്ലിക്കിലെയോ പ്രൈവറ്റോ പ്രോപ്പർട്ടിയിൽ വരുമ്പോൾ വുമൺ അവൾക്ക് കിട്ടുന്ന സ്ഥാനം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവര് ഫെമിനിസ്റ്റ് പറയുന്നത് മുഴുവനും ഒരു ഫാമിലിയിലും റിലേഷൻഷിപ്പിലും അത് എത്രത്തോളം അവർക്ക് കിട്ടുന്ന മര്യാദ അല്ലെങ്കിൽ ഈക്വലൈസേഷൻ കിട്ടുന്നുണ്ട്. അതേമാതിരി തന്നെ എല്ലാ ആൾക്കാരും പൊളിറ്റിക്കൽ ആയിക്കോളണമെന്നില്ല. അതേമാതിരി ഫെമിനിസ്റ്റ് പിന്നെയും ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. പബ്ലിക്കായിട്ടും പ്രൈവറ്റുമായിട്ടുള്ള ഏരിയകളിൽ കൂടെ അവർക്ക് റെസ്പോൺസിബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റിന്റെ ജനറസ് ആയ വെൽഫെയർ മെത്തേഡ്സിനും അവരുടെ വുമനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാംസിനുമാണ് നമ്മൾ ചൂണ്ടി പറയുന്നത്. ഇനി ഈ ഫെമിനിസ്റ്റിന്റെ സൊസൈറ്റി, നേച്ചർ സൊസൈറ്റിയില് മെയിൽ ഹെഡ്, ഫാമിലിയിലുള്ള മെയിലാണ് എല്ലാം സ്ത്രീകൾക്ക് വേണ്ടി ഡിസൈഡ് ചെയ്യുന്നു. സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ എക്സ്പ്രഷൻസിന് സ്ഥാനമില്ല. അപ്പോൾ ഇവിടെ എലോബറേറ്റ് ആയിട്ട് ഫെമിനിസ്റ്റ് വിളിക്കുന്നത് സെക്സ് ഒരു ബയോളജിക്കൽ ഡിഫറൻസ് ആണെങ്കിൽ ജെൻഡർ ഇസ് എ സോഷ്യൽ കൺസ്ട്രെയിന്റ് എന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പുരുഷനും സ്ത്രീയും സൊസൈറ്റിയില് ഡിഫൈൻഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഫെമിനിസ്റ്റ് എപ്പോഴും പറയുന്നത് വിമന് അല്ലെങ്കിൽ സ്ത്രീക്ക് അവരുടേതായ ഡിഫറൻസ് ഉണ്ട്, അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട്. അതിനെയൊക്കെ അവരുടേതായ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. അവരുടെ സ്ത്രീത്വത്തിനെയും അതേമാതിരി അവരുടെ കെയറിങ്ങിനെയും വാംത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണം. കുട്ടികൾ ഉണ്ടാകാൻ മാത്രമല്ല അതിലെല്ലാത്തിലും അവർക്കൊരു ഒരു സ്ഥാനത്തിനെയാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇന്റർനാഷണൽ റിലേഷൻസിലും ഇതിനെ ഫെമിനിസം പ്രൊജക്ട് ചെയ്തത്. അപ്പോ ഇവിടെ പറയുമ്പോൾ യുദ്ധവും വാറും കോൺഫ്ലിക്റ്റും ഒരു ഇന്റർനാഷണൽ ലോയിലും ഡിപ്ലോമസിയിലും കൊണ്ടുവന്നാൽ കൂടെ ട്രേഡ്, കോമേഴ്സ്, ബിസിനസ് അതിലും ഒരു മിസ്സിംഗ് ഫാക്ടർ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നു ഇതിനെപ്പറ്റി. അപ്പൊ ഡോമിനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തിയറികളിൽ എക്സ്ക്ലൂഡ് ചെയ്ത്, സ്ത്രീകളെ എക്സ്ക്ലൂഡ് ചെയ്ത് ഡൊമസ്റ്റിക്കിലും ഇന്റർനാഷണൽ പൊളിറ്റിക്സിലും കൂടെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ അവരുടെ മെയിൽ പാർട്ടിസിപ്പൻസിന്റെ കൂടെ ഫോറിൻ പോളിസി ഡിസിഷൻ മേക്കിംഗ് ഫെമിനിസ്റ്റ് എപ്പോഴും പറയുന്നത് ഒരു ജെൻഡർ ബ്ലൈൻഡ് ആണ്. അപ്പൊ ഇവരുടെ ഒപ്പീനിയൻ, ഇവരുടെ അഭിപ്രായങ്ങൾ, ഇവരുടെ വോയിസിനെ പരാമർശിക്കണം. സ്റ്റേറ്റ് അതിന്റെ പോളിസികൾ എടുക്കണം. ഫിനാൻഷ്യൽ മാറ്റേഴ്സിലും കമ്പാരിറ്റീവ് ആയിട്ടുള്ള ലേബർ കോസ്റ്റിലും നോക്കണമെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇങ്ങനത്തെ ഉള്ള വർക്കുകളൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഫെമിനിസ്റ്റ് വളരെ കാര്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്തതിന് ശേഷം പോസ്റ്റ് സ്ട്രക്ചറലിസം, പോസ്റ്റ് മോഡേണിസം എന്നാണ്. ഇത് രണ്ടും ഇന്റർചേഞ്ചബിൾ യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. ഇതിൽ നോളേജ് പാർഷ്യൽ ആണെങ്കിൽ എല്ലാ നോളേജും പാർഷ്യൽ ആണെങ്കിൽ ലോക്കൽ കൂടിയുണ്ട്. സൊസൈറ്റിയിൽ ഒരു സത്യം എപ്പോഴും അതിൻ്റെതായ യൂണിവേഴ്സൽ ട്രൂത്ത് ആയിക്കോണമെന്നില്ല. പോസ്റ്റ് മോഡേണിസ്റ്റ് പറയുന്നത് അഭിപ്രായം പവർ നോളേജ് ആണെങ്കിൽ ആ പവറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫേവറിറ്റിസം അവിടെ സൊസൈറ്റിയിൽ കാണാൻ പറ്റും. ഡോമിനന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ സൊസൈറ്റിനെ അടുത്തൊരു ഗ്രൂപ്പിന് അവരുടെ തോട്ടിനെ, അവരുടെ കാഴ്ചപ്പാടിനെ കൂടെ ഒപ്പോസ് ചെയ്യും.
അപ്പോ ഇവിടെ പോസ്റ്റ് മോഡേണിസ്റ്റ് എന്നുള്ളവര് അവര് ബാക്കിയുള്ള ഈ ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള ഐഡിയാസിനെ റിജക്ഷൻ ചെയ്യാണ്. ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം റിട്ടേൺ ആയിട്ടുള്ള കാഴ്ചപ്പാടിൽ, ഒരു ജയിച്ച ആളുടെ കാഴ്ചപ്പാടിൽ അതിനെ പറ്റിയൊക്കെ നമ്മൾ വാനിഷ് ക്വിസ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് ഓരോ ഹിസ്റ്ററി ബുക്സിലും പരാമർശിച്ചു പോകുന്നു. ഈ ആന്റി ഫൗണ്ടേഷനലിസ്റ്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സലി ഒരു മോറലോ അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഒരു പ്രിൻസിപ്പിൾസോ ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. ഇവിടെ എംഫസൈസ് ചെയ്യുന്നത് ഓരോ സൊസൈറ്റിയും ക്രിയേറ്റ് ചെയ്യുന്ന, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ട്രൂത്ത്, വാല്യൂസ്. അതേമാതിരി തന്നെ ജർമ്മൻ ഫിലോസഫർ ഫെഡറിച്ച് പറയുന്നുണ്ട്, ട്രൂത്ത് എന്ന് പറയുന്നത് ഒരു ഫിക്ഷൻ ആണ്, അല്ലെങ്കിൽ സത്യം എന്ന് പറയുന്നത് ഒരു ഫിക്ഷൻ മാതിരിയാണ്, അല്ലെങ്കിൽ അതിൽ ഫിക്ഷൻ ആണ് എന്ന് വളരെ എടുത്തു പറയുന്നുണ്ട്. ജീൻ ഫ്രാൻസിസ് പറയുന്നുണ്ട്, ഒരു മീഡിയ പോസ്റ്റ് മോഡേണിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റാ നറേറ്റീവ്സ് എന്ന ലെവലിലേക്ക് പോകുന്നു. ഇവിടെയൊക്കെ പരാമർശിക്കുന്നത് എന്താണ്? ഓരോ ക്രീഡും അവരുടെ ഐഡിയോളജിനെയും നമ്മൾ സംശയതരത്തിൽ കാണേണ്ടിയിരിക്കുന്നു. ഫ്രഞ്ച് ഫിലോസഫർ പറയുന്നുണ്ട്, ഫ്രഞ്ച് ഫിലോസഫറായ മിഖായൽ പറയുന്നുണ്ട്, നോളേജ് എന്ന് പറഞ്ഞ പവറാണ്, നോളേജ് ഇസ് പവർ എന്ന് പറയും. പക്ഷെ അതേസമയം ആ സത്യം എന്നുള്ളത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. ഈ പവർഫുൾ ആയിട്ടുള്ള സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രൂത്തിനെ അപ്ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളുടെ ഇൻട്രസ്റ്റുകൾ നടത്തിക്കുക, ഇതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഡീകൺസ്ട്രക്ഷൻ ചെയ്ത് വരുമ്പോൾ ഈ ട്രൂത്ത് അണ്ടർലൈൻ ചെയ്ത സത്യത്തിനെ ഒരു മീനിങ്, കൺസെപ്റ്റ് മീനിങ്ങും ലാംഗ്വേജും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ഇതിന്റെ നമ്മൾ ഒരു വേരിയേഷൻസും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കൺസ്ട്രക്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു ട്രൂത്തിന്റെ സൊസൈറ്റീനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുമ്പോൾ ആർഗ്യൂ ചെയ്യുന്നത് ഫർദർ ആണ്. ഓക്കെ, ഇനി നമ്മൾ പോസ്റ്റ് മോഡേണിറ്റ്സ് പറയുന്നു. ഈ പോസ്റ്റ് മോഡേൺ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പില് എന്തിനെയാണ് ആർഗ്യൂ ചെയ്തു വരുന്നത്? നമ്മള് അതായത് 9/11 സംഭവം നടന്നു, അനലൈസ് ചെയ്തു ടെററിസത്തിനെ പറ്റി. ടെററിസ്റ്റ് അറ്റാക്ക് നമ്മളുടെ വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് ആണ് 9/11 നടന്നത്. അതിനെ നമ്മൾ ടെററിസം എന്ന് പറയുന്നു, ക്രിമിനൽ ആക്ട് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു റിവെഞ്ച് എന്ന് പറയുന്നു. പക്ഷെ ക്രിട്ടിക്സ് ഇതിനെ പരാമർശിക്കുന്നത് ഈക്വലി വാലിഡ് അല്ലെങ്കിൽ വ്യത്യാസമായ ഒരു സയൻസിനെ പറ്റിയാണ് അവര് അവിടെ സത്യത്തിനെയും ഫാൾസ്ഹുഡിനെയും പറ്റി പരാമർശിച്ച് പോയിട്ടുള്ളത്. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഗ്രീൻ പൊളിറ്റിക്സ് ആണ്. ഗ്രീൻ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ പോളിസി മേക്കിംഗ് ചർച്ചകൾ നടക്കുമ്പോൾ 1970 അൺകൺട്രോളബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ ഉണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോപ്പുലേഷൻ ഉണ്ട്. അതേമാതിരി അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്തും ഉണ്ട്. ആ എൻവയറമെന്റ് വരുന്നു. 1990 ഇത് വലുതായി ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് എത്തുന്നു. ക്ലൈമറ്റ് ചേഞ്ചിലേക്ക്, പോപ്പുലേഷൻ കൂടുതലാകുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ചസ് വരും. ആ പൊളിറ്റിക്സ്, ഗ്രീൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സസ്യബുക്കൾ, മനുഷ്യന്മാരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇക്കോളജീനെ ട്രബിൾ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. അപ്പൊ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എൻവയറമെന്റൽ പ്രിസർവേഷൻ ആണ്. നാട്ടിലെ കാട് മാറി കോൺക്രീറ്റ് കാടായി മാറുകയും അതിൽ നിന്ന് വരുന്ന ഡിഫക്ട്സുമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഒരു എൻവയറമെന്റ് ഇഷ്യൂ ആയിട്ട് എടുക്കുകയും എക്കോ സോഷ്യലിസ്റ്റ് എന്നുള്ളവര് അതിനെ ബ്ലെയിം ചെയ്യുന്നത് മുഴുവനും ക്യാപിറ്റലിസ്റ്റിക് ഡെവലപ്മെന്റിന്റെ കാരണം കൊണ്ടാണ് ഈ എൻവയറമെന്റൽ ഡിഗ്രഡേഷൻ വരുന്നതെന്ന് പറയുന്നു. അപ്പൊ അവിടെ അവര് എക്കോ അനാലിസ്റ്റിസ് എടുത്ത് പറയുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾ നേച്ചറിനെ ഡോമിനേറ്റ് ചെയ്യുന്നു, ആ എക്സ്പ്ലോയിറ്റേഷൻ, ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, കമ്മ്യൂണിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, എല്ലാവിധമായ എക്സ്പ്ലോയിറ്റേഷൻ, ഡിസ്ട്രക്ഷൻ, നേച്ചറിനെ ഡിസ്ട്രക്ഷൻ ചെയ്യുന്നു. അങ്ങനെ അതിന്റെ കോഴ്സിലാണ് അത് വന്നതും. ഫെമിനിസ്റ്റ് വാല്യൂ, മെയിൽ ഡോമിനേഷൻ, ഇതിനെപ്പറ്റിയൊക്കെ പരാമർശിച്ചു പോകുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കൺസർവേറ്റിസം എന്നാണ്. അപ്പൊ കൺസർവേറ്റിസം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും വിശ്വാസവും അവരുടെ ട്രഡീഷൻസും ഉണ്ട്.
അതിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അവിടെ കൺസ്ട്രക്റ്റീവായിട്ട് വരാൻ പറയുക. സോഷ്യൽ കൺസ്ട്രക്റ്റീവ് തിയറീസ് പറയുന്നത് സോഷ്യൽ, അതായത് ഒബ്ജക്റ്റീവായ സോഷ്യലും രാഷ്ട്രീയമായ റിയാലിറ്റിയും വേണം. ഈ റിയാലിറ്റിയിൽ കൂടെ വേണം നമ്മൾ എക്സ്റ്റേണൽ ഓബ്ജക്ട്സിനെ കാണാനും അതിൻ്റെ ഇൻസൈഡ് ഔട്ട്സൈഡ് പ്രോപ്പർട്ടീസിലെ അപ്രോച്ച് ചെയ്യാനും. ഈ തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മുഴുവനും നേഷനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കൂട്ടുക, ആ കമ്മ്യൂണിറ്റിയിൽ അതിൽ ഷെയർ ചെയ്യുക, നമ്മളുടെ ബിലീഫ്, ഐഡിയാസ്, ഹിസ്റ്ററി, ബ്ലഡ് അല്ലെങ്കിൽ ലിങ്കേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതേമാതിരി തന്നെ സോഷ്യൽ കോൺസ്ട്രവേഴ്സിൽസ് പറയുന്നത് മനുഷ്യന്മാർ അവരുടെ ഗ്രൂപ്പ് ആയിക്കോട്ടെ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ അതൊന്ന് ക്രിട്ടിക്കലായിട്ടും അതിനെ സൂക്ഷിച്ച് കൺസർവേറ്റിസം ഇൻഫ്ലുവൻഷ്യൽ ചെയ്ത് പോസ്റ്റ് പോസിറ്റീവ് അപ്രോച്ചിൽ കൂടെ പ്രോമിനൻസ് ആയിട്ട് കൊണ്ടുവന്നത് കോൾഡ് വാർ ടൈമിലാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പോസ്റ്റ് കൊളോണിയലിസം ആണ്. കൊളോണിയലിസം ടൈമിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? അവിടെ ഒരു തോന്നലുണ്ടായിരുന്നു, ഈ വെസ്റ്റേൺ കൾച്ചർ കൊണ്ടുവന്നാൽ മാത്രമേ ഒരു കൺട്രി ഡെവലപ്പ് ആകുകയുള്ളൂ. അതാണ് ആ ഓറിയന്റലിസ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സ് ആ സമയത്ത് പറഞ്ഞിരുന്നു. ഒരു അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇന്ത്യയെ പരാമർശിക്കുമ്പോൾ ഇംഗ്ലീഷുകാർ പറഞ്ഞിരുന്നത് ഇന്ത്യ ഒരു ഡെവലപ്മെന്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു രാജ്യം മുഴുവനും അന്ധവിശ്വാസങ്ങളുടെ ഒരു രാജ്യമാണ്. അപ്പൊ അവിടെ ഇംഗ്ലീഷിന്റെ ഒരു പഠിപ്പിക്കല് അവർക്ക് റെസ്പോൺസിബിലിറ്റി ആണ് ഇന്ത്യ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി എന്നുള്ളതാണ് അവരുടെ വ്യൂ. നമ്മൾ സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്ത്യ ഇസ് എ കൺട്രി ഓഫ് സ്നേക്ക് ചാമേഴ്സ്, മജീഷ്യൻസ്, സാധുസ്, വേറെ ഒന്നുമില്ല, ടെക്നോളജി ഇല്ല എന്നുള്ള ഒരു അഭിപ്രായം. ആ വെസ്റ്റേണിന്റെ ഡോമിനേഷൻ കൊണ്ടുവന്നാൽ മാത്രമേ ഡെവലപ്മെന്റ് വരികയുള്ളൂ എന്ന് ഒരു അഭിപ്രായം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ വെസ്റ്റേൺ റൂള് കൾച്ചറും ഇന്റലക്ച്വലുമായിട്ടുള്ള അത് വന്നാലേ കോൺഫിഡൻസ് വരുന്നുള്ളൂ. ഇപ്പോൾ കൊളോണിയലിസം ടൈമിൽ നമ്മൾ ഇത് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ കൊളോണിയലിസം, പോസ്റ്റ് കൊളോണിയലിസം, ഇന്റർവാർ 1919-45 ശേഷം വരികയും അപ്പോഴാണ് ഈ 4 ഇമ്പീരിയൽ പവേഴ്സ് ആയ ബ്രിട്ടീഷ്, ഡച്ച്, ഫ്രഞ്ച് കൊളോണിയൽ അവര് ഈ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐഡിയാസ്? ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം, അതൊക്കെ അവര് അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുകയും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സോഷ്യൽ ഇൻജസ്റ്റിസിന് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റ് അല്ലെങ്കിൽ ആ നമ്മളുടെ എഫേർട്ടാണ് നമ്മളുടെ ഇന്റർനാഷണൽ ലെവലിലുള്ള വാറായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ വാറായിട്ട് വരുന്നത്. ഈ റെവല്യൂഷണറി ഐഡിയാസ് നേരത്തെ പറഞ്ഞമായ സോഷ്യലിസ്റ്റിന്റെയും മാർക്സിസ്റ്റ് ഐഡിയാസ് വരികയും നമ്മൾ ഇൻഡിപെൻഡൻസ് ആയതിനു ശേഷം ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ലിബറലിസവും സോഷ്യലിസവും ഫോം ചെയ്ത് നമ്മൾ നാം എന്ന് പറഞ്ഞിട്ട് നോൺ അലൈൻഡ് മൂവ്മെന്റ്, നമ്മളുടെ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് പറഞ്ഞ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി. അതിൽ ആഫ്രിക്കൻ, ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് വന്ന് അവരാണ്, അതായത് നമ്മൾ ആ സമയത്ത് ഡിസിഷൻ എടുത്തു, ഇന്ത്യ വളരെ കാര്യമായൊരു ഡിസിഷൻ എടുത്തു, വെസ്റ്റിന്റെ കൂടെയും ഈസ്റ്റിന്റെയും കൂടെ ചേരാണ്ട് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. അങ്ങനെ ഒരു തേർഡ് വേൾഡ് വാർ ക്രിയേറ്റ് ചെയ്ത് ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടിൽ കൂടി രാഷ്ട്രീയമായിട്ടും ഇക്കണോമിക്കലായിട്ടും കൾച്ചറലായിട്ടും പ്രയോറിറ്റീസ് കൊടുത്ത് അതിനെ അവിടെ നമ്മൾ വളരെ, ഗാന്ധി ആ കാലഘട്ടങ്ങളിൽ ക്ലിയർ ആയിട്ട് എടുത്തു പറഞ്ഞു, നോൺ വയലൻസ്, സെൽഫ് ആയിട്ടുള്ള സാക്രിഫൈസ്, ഇത് ഇന്ത്യയുടെ റൂട്ടാണ്. അത് തന്നെയാണ് ആഫ്രിക്കയിൽ അവര് കമ്പൈൻ ചെയ്തത്. സോഷ്യലിസം, അവരുടേതായ തരത്തിലുള്ള ഇൻഡിജിനിയസ് ആയിട്ടുള്ള തരത്തായ സോഷ്യലിസം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പോസ്റ്റ് കൊളോണിയലിസം ലീവ് ചെയ്തത് മുഴുവനും വെസ്റ്റേൺ ഐഡിയാസിനെ പറ്റിയും അവരുടെ പോസ്റ്റ് കൊളോണിയലിസ്റ്റ് പ്രോഗ്രസീവ് ആയിട്ടുള്ള രാഷ്ട്രീയം കൊണ്ടുവരണം. ആ രാഷ്ട്രീയത്തിൽ കൂടെ വേണം വാല്യൂസ്, നമ്മളുടെ ട്രഡീഷണൽ വാല്യൂസും അതോറിറ്റിയും സ്ട്രക്ചർ ചെയ്തെടുക്കാൻ. അതേസമയം ഫെമിനിസ്റ്റ് ആർഗ്യൂ ചെയ്തു എല്ലാവിധമായ പുരോഗതിക്കുള്ള കാരണം നമ്മളുടേതായ ഇൻഡിജീനിയസ് ആയിട്ടുള്ള സപ്രഷന് അനുഭവപ്പെട്ടിരുന്നത് കൊണ്ടാണ്. അതിൽ നമ്മൾ ഒന്ന് വ്യത്യാസമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറാൻ പറ്റും എന്നുള്ള അവരുടെ ഫെമിനിസ്റ്റും അവരുടേതായ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്ത്യ ഒരു എന്താ പറയാ,
വേൾഡിന് തന്നെ ഒരു മാതൃകയായി വന്നു. നമ്മളുടെ ഫ്രീഡത്തിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ ബ്രിട്ടീഷിന്റെ കയ്യിൽ നിന്ന് നമ്മളുടെ കൊളോണിയലിസം മാറിയത്, അതിനുശേഷമാണ് ഇന്ത്യ പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ മനസ്സിലാവും ഇന്ത്യ എത്രത്തോളം അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനിയും കുറച്ച് കൊല്ലം കൊണ്ട് അത് അഡ്വാൻസ് ആവും. നന്ദി, നമസ്കാരം.